പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ മോട്ടിവേഷൻ ടോക്കിലേക്ക് സ്വാഗതം. പൊതുവെ നാം പറയാറുണ്ട്, വെൽ ബിഗൺ ഹാഫ് ഡൺ. തുടക്കം നന്നായാൽ പാതി നന്നായി എന്ന്. അതൊരു പരിധിവരെ സത്യമാണ്. അതേസമയം നല്ല ആരംഭത്തേക്കാൾ എങ്ങനെ പൂർത്തിയാക്കുന്നു എന്നതാണ് കൂടുതൽ പ്രധാനം. ഒരു മത്സരത്തിൽ ആര് ആദ്യം ഓടിത്തുടങ്ങി എന്നതിനേക്കാൾ ആര് ആദ്യം ലക്ഷ്യത്തിൽ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എവറസ്റ്റ് കയറാൻ ആയിരക്കണക്കിന് ആളുകളുണ്ടാകാം. അവരെയൊന്നും ലോകം ആദരിക്കാറില്ല. ആര് മുകളിലെത്തി എന്നതാണ് കരണീയമായിട്ടുള്ള വിഷയം. അവരാണ് ആദരിക്കപ്പെടുക. നാം എന്തെങ്കിലും പുതിയതായി ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, അത് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതോ, ഒരു പുതിയ ഭാഷ സംസാരിക്കാൻ ആരംഭിച്ചതോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പുതുതായി തുടക്കം കുറിച്ചതോ ഒക്കെ ഒന്ന് ഓർത്തു നോക്കൂ. ആരംഭത്തിൽ നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകളും ആ കാര്യത്തിൽ പൂർണ്ണരായിരുന്നിട്ടുണ്ടാവില്ല. നമ്മൾ വീഴുകയോ തളർന്നു പോവുകയോ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അതിനെയെല്ലാം അതിജീവിച്ച് കൂടുതൽ ആവേശത്തോടെ മുന്നേറാൻ ധൈര്യം കാണിച്ചവർ മാത്രമാണ് വിജയികളാവുകയോ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയോ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. എൻ്റെ രണ്ടാമത്തെ സഹോദരി സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണമെന്നും ലൈസൻസ് നേടണമെന്നും ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടുകാർ അതിനെ സ്വാഗതം ചെയ്തു. അതേസമയം ഒരു ആവേശത്തിന് ഇത് പഠിക്കണമെന്നും ലൈസൻസ് വാങ്ങണമെന്നും പെങ്ങൾ പറഞ്ഞെങ്കിലും വളരെ ഭയമായിരുന്നു. കാരണം സൈക്കിൾ ചവിട്ടാൻ പോലും പെങ്ങൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം സൈക്കിൾ ഓടിച്ച് പഠിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ആവശ്യമായിരുന്നെങ്കിലും പിന്നീട് അത് അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. കൂടാതെ പല വീഴ്ചകളും വേഗത്തിൽ പഠിച്ചെടുക്കാനുള്ള പ്രയാസവുമൊക്കെ ആയപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പെങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും പെങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഏറെ ശ്രമങ്ങൾക്ക് ശേഷം സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു. അത് കഴിഞ്ഞ് സ്കൂട്ടർ ഓടിക്കാനായി പഠിക്കാൻ ആരംഭിച്ചപ്പോഴാകട്ടെ കാര്യങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും ആ സ്വപ്നം ഉപേക്ഷിക്കുകയാണെന്ന് പറയുമായിരുന്നു. എന്നാൽ ഞാനത് അനുവദിച്ചു കൊടുത്തില്ല. മറിച്ച് വിജയം നേടിയ മറ്റ് പലരുടെയും കഥകൾ പറഞ്ഞ് പെങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ കുറേ നാളുകൾക്ക് ശേഷം കഠിനാധ്വാനത്തോടു കൂടി സ്കൂട്ടർ ഓടിക്കാനും പഠിച്ചു. ഓരോ പരീക്ഷയ്ക്ക് ശേഷവും നിരാശയുടെ വീട്ടിലേക്ക് വന്ന് താനിത് ഉപേക്ഷിച്ചു എന്ന് പറയും. എന്നാൽ ഞങ്ങൾ കുടുംബം മുഴുവൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവസാനം 60-ാം വയസ്സിൽ പല പ്രാവശ്യത്തെ പരാജയങ്ങൾക്ക് ശേഷം എൻ്റെ പെങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് നേടി ഇപ്പോഴും സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെങ്ങളുടെ പേര് ജെസ്സി ജോർജ് എന്നാണ്. ആരംഭിക്കാൻ പൂർണ്ണത ആവശ്യമില്ല. ആവശ്യമുള്ളതാകട്ടെ തീക്ഷ്ണമായ ആഗ്രഹവും ധൈര്യവുമാണ്. എന്ത് കാര്യമായാലും നമ്മുടെ പ്രായം എത്രയായാലും അതിനുവേണ്ടി തീക്ഷ്ണമായ ആഗ്രഹവും ആത്മാർത്ഥമായ പരിശ്രമവും ദൃഢനിശ്ചയവും ആ ഉദ്യമം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന മനോഭാവവുമുണ്ടെങ്കിൽ ഒന്നും അപ്രാപ്യമാവുകയില്ല. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഓട്ട മത്സരം ആരംഭിക്കുമ്പോൾ ആരും കയ്യടിക്കാറില്ല. എല്ലാവരും കാത്തിരിക്കുന്നത് അവസാന ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്. അവിടെ ആര് ആദ്യം എത്തുന്നു, എത്ര പേർ ആ ഓട്ടം കൃത്യമായി പൂർത്തിയാക്കുന്നു എന്നതാണ് പ്രധാനം. എല്ലാവരും വിജയികളാകില്ലെന്ന് നമുക്കറിയാം. എങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ അവസാനം വരെ തുടരുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മറക്കരുത്. അതിനാൽ നാം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആരംഭിച്ചിട്ടോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആദ്യമൊക്കെ നന്നായി മുന്നോട്ട് പോകാൻ ആയില്ലെങ്കിൽ പോലും മനസ്സ് മടക്കുകയോ ആ ഉദ്യമം ഉപേക്ഷിക്കുകയോ ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ ശക്തമായ തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് ചെറിയ കാര്യമല്ല. പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനം അടുത്തത് നാം എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് തീരുമാനിക്കും എന്നതാണ്. ഉപേക്ഷിക്കാൻ ആർക്കും കഴിയും, എളുപ്പവുമാണ്. തുടരാനാണ് പ്രയാസം. നിരന്തരമായി ശ്രമിക്കുക, കൂടുതൽ മെച്ചപ്പെടുത്തുക, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടായാലും ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ പോരാടുക. പരാജയപ്പെട്ടാലും ശക്തമായ തിരിച്ച് വരവുകൾ നടത്തുക. വീണാലും
എഴുന്നേറ്റ് വീണ്ടും ഓടാൻ തയ്യാറാവുക. വിജയം എപ്പോഴും അധ്വാനിക്കുന്നവന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. നമ്മളുടെ ജീവിതം പോരാടാനുള്ള ഒരു വേദിയായി മാറ്റുക. എപ്പോഴും ഓർക്കുക, ആരംഭമല്ല പ്രധാനപ്പെട്ടത്, അന്ത്യമാണ്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് മടുക്കാതെ ഓടിയെത്തുക എന്നുള്ളതാണ് ജീവിത വിജയത്തിൻ്റെ ആത്യന്തികമായ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക. വിജയം നമ്മെ തേടിയെത്തും. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.